സൂറത്തുൽ കഹ്ഫിലെ 45-ാമത്തെയും 46-ാമത്തെയും ആയത്താണ് ഏകദേശം സൂറത്തുൽ കഹ്ഫിന്റെ മധ്യഭാഗത്തുള്ള ചർച്ചയാണ് ഇന്ന് നടത്തുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ كماء أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. صدق الله العلي العظيم. وَاضْرِبْ لَهُمْ ലോദ് അല്ലാഹ് എന്ന് പറയുന്നതും ലോദ് ഉച്ചരിക്കുന്നതും ഒരേ മഖ്റജിൽ നിന്നാകരുത്. അല്ലാഹ് എന്ന് പറയുമ്പോ രണ്ട് ലാമാണ്, രണ്ട് ലാം ഒരുമിച്ച് കൂടുന്നതാണ് അല്ലാഹ്. ലാം എവിടെ നിന്ന് ഉച്ചരിക്കുന്നുവോ അവിടെ നിന്ന് വേണം അല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ. പലപ്പോഴും നമ്മളെ ഓതുമ്പോ അല്ലാഹ് ഇറ്റ് ഈസ് റോങ് പ്രൊനൗൺസിയേഷൻ, തെറ്റായ ഉച്ചാരണമാണത്. അല്ലല്ല. പിന്നെയോ ലാ എന്ന് പറയുമ്പോ എവിടെയാണോ നാവ് സ്പർശിക്കുന്നത് അവിടെ വെച്ചുകൊണ്ട് തന്നെ, എന്ന് വെച്ചാൽ പല്ലിൽ തട്ടാതെ വേണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ, തെറ്റിപ്പോകാൻ പാടില്ല. അതല്ല, അത് കറക്റ്റായ ഉച്ചാരണമല്ല. അതിനർത്ഥം പോലും മാറിപ്പോകുന്നുണ്ട്. പിന്നെയോ നാവ് പല്ലിൽ തട്ടാതെ ലാം ഉച്ചരിക്കുന്ന ഇടത്ത് നിന്ന് അല്ലാഹ്. എന്നാൽ ഇവിടെ നാവ് അണപ്പല്ലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. വളിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാ. അവിടെ ഒരു കലിമത്തിൽ മദ്ദക്ഷരവും ഹംസയും വന്നാൽ ഒരൽപ്പം നീട്ടണം. ഒരു 6-7 ഹർക്കത്തിന്റെ കതിർ എന്ന് പറയാം. കമാഇൻ എന്ന് ഓതിയിട്ട് കാര്യമില്ല. നമ്മൾ പലപ്പോഴും സൂറത്തുൽ കഹ്ഫൊക്കെ വെള്ളിയാഴ്ച ഓതുമ്പോൾ പെട്ടെന്ന് ഓതി തീർക്കും. അങ്ങനെയല്ല. കമാഇൻ അൻസൽനാ, അതിന് ശേഷമുള്ള മിനസ്സമാ അതും അങ്ങനെ തന്നെ നീട്ടണം. മിനസ്സമാ. അപ്പൊ കൂട്ടി ഓതുമ്പോ കമാഇൻ അൻസൽനാഹു മിനസ്സമാ فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. തൻവീനിന്റെ ശേഷം മീം വരുമ്പോ ഇത് മുമ്പിൽ മണിക്കണം. അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിന്റെ ചർച്ചയാണ് നമ്മൾ ഇങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം ഏകദേശമായി കൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 ഫിത്നകളെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് ഫിത്നത്തു ദീൻ ഫിത്നയാകും. ദീന് മതത്തിൽ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ, ഒരു നല്ല വിശ്വാസിയായിട്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. അപ്പൊ എന്ത് പരിഹാരം? അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞു. ഒരു നല്ല കൂട്ടുകെട്ടുണ്ടായിരിക്കണം. എല്ലാവരും കേടുവന്നപ്പോഴും അസ്ഹാബുൽ കഹ്ഫ് കേടുവരാതെ
നല്ലവരായി ജീവിക്കാൻ കാരണം അവരൊരു നല്ല ഏഴംഗ സംഘമായിരുന്നു. അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു ചെറിയ കൂട്ടുകെട്ട് നമുക്കുണ്ടെങ്കിൽ നമ്മൾ വഴിപിഴച്ചു പോകൂല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതായിരുന്നു ഒന്നാമത്തെ ചർച്ച. പിന്നെ ഫിത്നത്തുദ്ദീൻ കഴിഞ്ഞതിന് ശേഷം ഫിത്നത്തുൽ മാൽ, ഫിത്നത്തുൽ ഇൽമ്. ചിലപ്പോൾ ഇൽമ കൊണ്ട് വലിയ ഫിത്ന വരും. പരിഹാരം സൂറത്തുൽ കാഫിൽ ചർച്ച ചെയ്യുന്നു. പിന്നെ ഫിത്നത്തു സൈത, അധികാരം കൊണ്ട് വലിയ ഫിത്ന വരും. സൂറത്തുൽ കാഫിൽ ഈ 4 പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരവുമാണ്. ഒന്ന് നമ്മൾ ചർച്ച ചെയ്തു. രണ്ടാമത്തേതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചത് ഫിത്നത്തുൽ മാൽ. സമ്പത്ത് വന്നാൽ ചില ഫിത്നകൾ വരാനുണ്ട്. സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോ, ക്യാഷ് കുന്നുകൂടുമ്പോ, വലിയ മുതലാളിയായി മാറുമ്പോ ചില ഫിത്നകൾ വരും. അത് സൂറത്തുൽ കാഫിലെ രണ്ടാമത്തെ ചരിത്രമാണ്, രണ്ടാമത്തെ സംഭവമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിന്റെ ചർച്ച ആരംഭിച്ചു. രണ്ടാളുകൾ, ഒരാൾക്ക് അല്ലാഹു ഇഷ്ടം പോലെ സ്വത്ത് കൊടുത്തു. 2 കൂട്ടുകാരാണ്, 2 അടുത്തവരാണ്, സഹോദരന്മാരാണ്. പക്ഷെ ഒരാൾക്ക് അല്ലാഹു നല്ലോണം കൊടുത്തു, മറ്റാൾക്ക് കൊടുക്കും ചെയ്തില്ല. 2 ആളും അധ്വാനിച്ചിട്ടുണ്ട്, 2 ആളും പണിയെടുത്തിട്ടുണ്ട്. അവർ ആ സമയത്ത് ഫിത്നത്തുൽ മാൽ എന്താണെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നത്, പൈസ കൂടലല്ല പ്രശ്നം, സമ്പത്ത് കൂടലല്ല പ്രശ്നം. ആ സമ്പത്ത് കൂടുമ്പോ ഉള്ളിൽ ചില ചിന്ത വരും, അതാണ് പ്രശ്നം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ക്യാഷ് അള്ളാഹു നൽകുന്ന റഹ്മത്തും നിഅമത്തുമാണ്. നമുക്ക് ചോദിക്കാം, സ്വീകരിക്കാം. പക്ഷെ അത് കൂടുമ്പോ ഹൃദയത്തിൽ ചില ചിന്തകൾ വരും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. ഒന്നാമത്തെ ചിന്ത ഏതാണ്? അനാക്ഫറു മിൻക മാലൻ വഅഅസ്സു നഫറാ. സമ്പത്ത് ഇങ്ങനെ കൂടുമ്പോ, അതില്ലാത്തവരെ കാണുമ്പോ ഞാനല്ല നിന്നെക്കാൾ വലിയ പണക്കാരൻ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ ചിന്തയാണ് ഒന്നാമത്തെ പ്രശ്നം. അതിനെപ്പറ്റി മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കൂടുതലൊന്നും വേണ്ട, മിസ്ഖാലു ദർറ. ആ ഒരു ചിന്ത, ഒരാറ്റത്തിന്റെ കണക്ക് ഹൃദയത്തിലുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അവന് സ്വർഗ്ഗമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഹദീസുകളിലാണ് അതിന്റെ പേര് ഉജ്ബ് എന്നാണ്. ഉജ്ബ്, ഇജാബ് എന്നൊക്കെ പറയും. ഞാൻ എന്തോ ആണെന്ന് എനിക്കെന്നെ തോന്നുക, ഞാൻ എന്തോ ആണെന്ന് എനിക്കെന്നെ തോന്നുക. അത് ചിലർക്ക് പൈസ ഉണ്ടാകുമ്പോഴായിരിക്കും, ചിലർക്ക് അധികാരം ഉണ്ടാകുമ്പോഴായിരിക്കും, ചിലർക്ക് അറിവുണ്ടാകുമ്പോഴായിരിക്കും. ഇങ്ങനെ പല നിലക്കും തോന്നും. ഈ ഒരു ചിന്ത ഒരാറ്റത്തിന്റെ കണക്ക് ഹൃദയത്തിലുണ്ടെങ്കിൽ സ്വർഗമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ ആ ചിന്ത ഒരാള് ഹൃദയത്തിൽ വന്നാൽ അവനേക്കുള്ള പ്രശ്നം എന്താ? ലാ യത്തഖിദൂഹു സബീലാ. അവനെ എത്ര പ്രബോധനം ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല, അവനൊരിക്കലും മാറൂല. കാരണം അവനൊക്കെ തോന്നിയിട്ടുണ്ട് ഞാൻ എന്തോ ആണ്. പിന്നെ മെസ്സേജ് അങ്ങോട്ട് കേറൂല. ഖുർആനാ പറഞ്ഞത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തഅല്ലമ ഫീ നഫ്സിഹി, ഒരാൾക്ക് സ്വന്തത്തിൽ ഒരു വലിപ്പം തോന്നുകയാണ്, ഞാൻ എന്തോ ആണ്, ഞാൻ എന്തൊക്കെയോ ആണ്, ഞാൻ ഇത് തോന്നിക്കഴിഞ്ഞാൽ അവന്റെ ചലനത്തിൽ ആ അഹംഭാവം വരികയും ചെയ്താൽ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അള്ളാഹു അവനോട് ദേഷ്യപ്പെട്ടിട്ടായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അനക്കൊരു പ്രസക്തിയില്ല, ഞാനല്ല, അള്ളാഹുവാണ്. അള്ളാഹ് തന്നുണ്ടാകും, തന്നില്ലെങ്കിൽ ഉണ്ടാവൂല. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചിന്ത വരാൻ നടത്തിയ കഷ്ടപ്പാടിന്റെ ഊക്കെത്രയാണ്. റസൂലുള്ള കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്ലിസു അലൽ അർളി, ഭൂമിയുടെ മീതെ ഇങ്ങനെ പോയിട്ട് അങ്ങനെ ഇരിക്കും വിനയാന്വിതനായി. വയുജീബു ദഅവതൽ മംലൂക്, അടിമകൾ വന്നിട്ട്
മുത്തുനബിയെ എന്റെ വീട്ടിൽ ഒന്ന് വരണം. ആരാ വിളിക്കണത്? അടിമ. അവിടെ പോകും. അന്ന് നല്ലവർ ഒട്ടകത്തിന്റെയും കുതിരയുടെയും പുറത്ത് കയറിയപ്പോൾ റസൂലുള്ള കഴുതപ്പുറത്ത് കയറി സഞ്ചരിച്ചിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ വയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അനാ അബ്ദുൻ, ഞാനൊരടിമല്ലേ. ആക്കുലു കമാ യഅകുലുൽ അബ്ദ്, ഒരടിമ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഒരുപാടുണ്ട്. പാവങ്ങളോടൊപ്പം ചേർന്ന് നിർധനരെ പോലെ ദരിദ്രരെ പോലെ അടിമകളെ ചേർത്ത് പിടിച്ച ഒരുപാട് സംഭവം. എന്തിനാ റസൂലുള്ളാഹി ചെയ്തതെന്നറിയോ? ഞാനെന്ന് തോന്നാതിരിക്കാൻ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ എന്തോ ആണ് എന്ന് തോന്നിപ്പോയാൽ അപകടമാണ്. സ്വർഗം പോലും നിഷിദ്ധമാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ സമ്പത്ത് ഉണ്ടായിക്കോട്ടെ, അള്ളാഹു തരട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ, ഹലാലായത്. അത് റസൂലുള്ള പറഞ്ഞല്ലോ, നിഅ്മൽ മാലു സാലിഹ്, നല്ല പൈസ എത്ര ഉഷാറാണ്. ഇന്ന റജുലി സാലിഹ്, നല്ല മനുഷ്യന്റെ കയ്യിൽ നല്ല പൈസ വന്നാൽ അതിന്റെ ചന്തൊന്ന് വേറെ തന്നെയല്ലേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തിനെതിരെയല്ല പറഞ്ഞത്. പിന്നെയോ ആ സമ്പത്ത് കുമിഞ്ഞു കൂടുമ്പോ ഉള്ളിൽ ചിന്ത വരുന്നു, ഞാനാണല്ലോ നിന്നേക്കാൾ പണമുള്ളവൻ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. രണ്ടാമത്തെ ചിന്ത കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഒന്നുകൂടെ അതിപ്രധാനമായതുകൊണ്ട് നമ്മൾ അതിന്റെ പാഠങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നു. രണ്ടാമത്തെ ചിന്ത, പൈസ ഇങ്ങനെ കൂടുമ്പോ പിന്നെ ചിന്തിക്കാണ്, ഇതൊന്നും എനിക്ക് നഷ്ടപ്പെടാൻ പോണില്ല, ഇത് സേഫാണ്, ഇത് ഉറപ്പാണ്, ഇത് എനിക്കും എന്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഇതൊക്കെ എന്നുണ്ടാകും. ഈ ചിന്തയും അപകടമാണ്. ഇത് ഖുർആൻ പറഞ്ഞ ചിന്തയാണ്. മാല് കൊണ്ടുവരുന്ന ഒന്നാമത്തെ ഫിത്ന, ഞാൻ എന്തോന്ന് തോന്നുക. രണ്ടാമത്തതോ, എന്റെ പൈസയൊന്നും ഒരിക്കലും തീരാൻ പോകുന്നില്ല. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അൽ മാലു ളില്ലുൻ സായിലു, പൈസ എന്ന് പറഞ്ഞാൽ ഒരു നിഴലിനെ പോലെയാണ്. ഇന്നത്തെ കോടീശ്വരൻ നാളത്തെ പാപ്പരായവനായി പോകും. എത്രയോ സംഭവം നമുക്കറിയാം. ഇന്നലെ ഒന്നും ഇല്ലാത്തവൻ ഇന്നെല്ലാം ഉള്ളവനായി മാറും. 2-4 ദിനം കൊണ്ടൊരുത്തനെ തോളിൽ മാറാപ്പ് കെറ്റുന്ന തുമ്പവാൻ, മളികാമുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കെറ്റുന്ന തുമ്പവാൻ. ഈ ഒരു ചിന്ത വേണം. ഇന്നലെ വരെ ലക്ഷറി ലൈഫായിരിക്കും. ചിലപ്പോൾ അള്ള വിചാരിക്കുന്നതോടുകൂടെ കഞ്ഞി കുടിച്ച് ജീവിക്കേണ്ട അവസ്ഥ വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കഞ്ഞി അത്ര മോശം എന്നല്ല പറഞ്ഞത്, അതൊരു പ്രയോഗം. അതുകൊണ്ട് ഒന്ന് ഞാൻ എന്തോ ആണെന്ന ചിന്ത പാടില്ല. രണ്ടാമത്തത്, എന്റെ ഈ സ്വത്തൊന്നും ഒരിക്കലും തീർന്നു പോകില്ല എന്നൊരിക്കലും വിശ്വസിക്കാൻ പാടില്ല. മാല് കൊണ്ടുവരുന്ന, സമ്പത്ത് കൊണ്ടുവരുന്ന രണ്ടാമത്തെ ഫിത്ന ആ ചിന്തയാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മൂന്നാമത്തെ ചിന്ത ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആവർത്തിക്കുകയാണ്, സമ്പത്ത് പ്രശ്നമില്ല, അത് നിഅ്മത്താണ്, ബർക്കത്താണ്, അല്ലാഹു തരട്ടെ. പക്ഷേ അത് വരുമ്പോ ഈ ചിന്ത വരാൻ പാടില്ല. മൂന്നാമത്തെ ചിന്ത, വമാ അദുന്നു സ്സാഅത ഖായിമാ, പൈസ സുഖമൊക്കെ കാണുമ്പോ അല്ലേ ഈ അന്ത്യനാളൊക്കെ ഉണ്ടാവുമോ, അന്ത്യനാളൊക്കെ അങ്ങനൊക്കെ ഒരു ലോകം ഉണ്ടാവുമോ, ഇതില് വരെ സംശയം വരും. ആർക്ക് വന്നതുപോലെ? ഫഅലബിന് വന്നതുപോലെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഫഅലബ് പള്ളിയിൽ 5 വക്തുള്ള ആളായിരുന്നു. റസൂലുള്ളാഹിനോട് പൈസ വേണമെന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു ഇപ്പോഴുള്ളത് പോരെ. പിന്നെയും വന്ന് ചോദിച്ചപ്പോ റസൂലുള്ള എന്നാ ഇക്കോട്ടെ ഒരു ദുആ, മിഞ്ഞുകൂടി പൈസ
പിന്നെ ഹലബ്. ആദ്യം ജമാഅത്തിനില്ല, പിന്നെ ജുമാക്കില്ല, പിന്നെ സകാത്ത് പോലും കൊടുക്കണില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. കുമിഞ്ഞു കൂടുമ്പോ മൂന്നാമത്തെ ചിന്തയതാണ്, ഇനിയൊരു ലോകമൊക്കെയുണ്ടോ? ഇതന്നല്ല ദുനിയാവ്, ഇതന്നല്ല ലോകം, ഇതിന്റെ ശേഷം മറ്റൊരു ലോകമോ? ഇത് പരമാവധി എൻജോയ് ചെയ്യല്ലേ? ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ ഫിത്നയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നാലാമത്തത്, അവനിക്ക് സമ്പത്ത് കിട്ടുമ്പോ തോന്നും, അല്ല ദുനിയാവിൽ എനിക്ക് ഇത്രയൊക്കെ തന്നില്ലേ, ഇനി മരിച്ചു പോയാലും എനിക്ക് ഇതിനേക്കാൾ വലിയത് നൽകും, ഇനി ഇതിന്റെ അപ്പുറം കിട്ടുമോ? അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. ഈ ഹൗഫായിട്ട് നഷ്ടപ്പെട്ടു. അള്ളാനെ പറ്റി ഒരു പേടിയുണ്ടല്ലോ. റളിയല്ലാഹുവിനൊക്കെ ഈ പക്ഷികളെ കാണുമ്പോ ഇങ്ങനെ പറയും, എനിക്കൊക്കെ എന്തൊരു സുഖാണ്, ഈയൊക്കെ മണ്ണായി തീരാനുള്ളതല്ലേ, ഞാനോ ഹിസാബ് നേരിടാനുള്ളതല്ലേ. ഉമർ എന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 2ാം ഖലീഫ ആരാണ്? ശതകോടീശ്വരൻ. അന്ന് പേർഷ്യ കീഴടക്കിയ കൊട്ടാരത്തിലെ സ്വത്ത് മാത്രം മാറ്റിവെക്കുകയാണെങ്കിൽ അന്ന് മുതൽ പിന്നെ അവസാന കാലം വരെ മുസ്ലിം ലോകത്തിന് മുഴുവൻ ഭരിക്കാനുള്ള സ്വത്ത് അന്ന് കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു. ഒരു ചെറിയ കുറിപ്പിൽ ഉമർ റളിയല്ലാഹുവിന് കത്തയക്കാണ്, തസദ്ദഖൂഹ, അത് അവിടെ തന്നെ അങ്ങ് സ്വതക്ക കൊടുത്തോളി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. അതുകൊണ്ട് പണം പ്രശ്നമല്ല, പണം വരുമ്പോൾ ഈ നാലാലൊരു ചിന്ത വന്നാൽ പ്രശ്നമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോഴാണ് പാവപ്പെട്ട അല്ലെ 2 കൂട്ടുകാരുടെ സംഭവമാണ്. ഒരാൾ സമ്പത്തിൽ അങ്ങ് ഉയർന്നു, മറ്റേയാളോ തകർന്ന് തരിപ്പണമായി ഒന്നുമില്ലാതെ നിൽക്കാം. പക്ഷെ അയാൾക്ക് ഈമാണ്ടായിരുന്നു. അയാള് പറഞ്ഞു, അയാള് പണക്കാരനായി അഹംഭാവത്തോടെ ഗർവിഷ്ഠനായി നടക്കുന്ന തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറഞ്ഞു, വലൗലാ ഇദ് ദഖൽത ജന്നതക, എടാ നിനക്ക് നിന്റെ തോട്ടത്തിൽ കയറിയപ്പോ പറഞ്ഞൂടായിരുന്നോ, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലിയ വലിയ നിഅമത്ത് വരുമ്പോ, നമ്മുടെ കച്ചവടം അങ്ങനെ സക്സസ് ആയിക്കൊണ്ടിരിക്കുമ്പോ, വലിയ വലിയ വിജയങ്ങൾ നമുക്ക് വരുമ്പോ, നമ്മുടെ മക്കളൊക്കെ പഠിച്ച് ഉഷാറായിക്കൊണ്ടിരിക്കുമ്പോ, നമ്മൾ വിചാരിക്കാത്ത നേട്ടങ്ങൾ ഇങ്ങനെ വരുമ്പോ നമ്മൾ പറയേണ്ടത് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. കൂട്ടുകാരൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പണക്കാരനായ തന്റെ സുഹൃത്തിനോട്, ഇടത്തൊക്കെ കിട്ടിയപ്പോ എനിക്ക് പറഞ്ഞൂടായിരുന്നോ, മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചതുകൊണ്ട് കിട്ടിയതാണ്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് പറഞ്ഞാൽ ഒരു മെച്ചെന്താണ്? ഒന്നതൊരു ശുക്റാണ്, അല്ലാഹ് തന്നതിനുള്ള ശുക്റാണ്. ശുക്ർ ചെയ്താൽ അല്ലാഹ് കൂട്ടിത്തരും. രണ്ടാമത്തത് നമ്മൾ പേടിക്കേണ്ട ഒന്നാണ് അൽ ഐനു ഹഖ്വൻ, കണ്ണേറ് ഹക്കാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണേറിന്റെ മുമ്പിലുള്ള വലിയ ഒരു കവചമാണ്. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കം ആഖിലിൻ ആഖിലിൻ അഅയത് മദാഹിബുഹു വജാഹിലിൻ ജാഹിലിൻ തൽഖാഹു മർസൂഖാ. എന്ത് രസകരമായ വരികളാണിത്. ഹാദല്ലദീ തറകൽ ഔഹാമ ഹാഇറത വസയ്യറൽ അലിമൻ നിഹ്രീറ സിദ്ദീഖാ. എത്രയെത്ര ബുദ്ധിശാലികളാണ് അവരുടെ ജീവിത മാർഗങ്ങളൊക്കെ അടഞ്ഞു ജീവിക്കുന്നത്. എന്നാൽ എത്രയെത്ര പമ്പര വിഡ്ഢികളാണ് അവർക്ക് ഭയങ്കര കിട്ടലും നല്ല ലോജിക്കും നല്ല തന്റെ ബ്രെയിൻ കപ്പാസിറ്റി ഒക്കെ വെച്ച് പ്ലാൻ ചെയ്ത് വലിയ വലിയ ബിസിനസ് തുടങ്ങിയിട്ട് അതാ പൊട്ടിക്കിടക്കണത്, തട്ടുകട തുടങ്ങിയിട്ട് അതാ ഉയർന്നു പോകുന്നത്. ഇതിങ്ങനെ ആലോചിച്ചിട്ട് കവി പറയാണ്,
ഇത് ചിന്തകളാകെ പരിഭ്രമിച്ചു എന്നു മാത്രമല്ല, ഇതിങ്ങനെ ആലോചിച്ചിട്ട് കുറെ പണ്ഡിതന്മാര് നിരീശ്വരവാദത്തിലേക്ക് വരെ പോയി. കാരണം അവർക്ക് തിരിയണില്ല. നമ്മുടെ പ്ലാനൊന്നും അല്ലല്ലോ നടക്കണത്, നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നല്ലല്ലോ സംഭവിക്കണത്. അതങ്ങനെ തന്നെ കിട്ടിയാൽ ഉടനെ പറയാ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് രണ്ടാമത്തെ ഫിത്ന ഫിത്നത്തുൽ മാലാണ്, സമ്പത്തിന്റെ ഫിത്ന. എന്തുണ്ട് പരിഹാരം? പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിന്റെ 45-ാമത്തെ ആയത്തിലൂടെ സമ്പത്ത് കൊണ്ടുവരുന്ന ഫിത്നയിൽ അകപ്പെടാതിരിക്കാൻ അല്ലാഹു നമുക്കൊരു പരിഹാരം പറഞ്ഞു തരികയാണ്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നു, വളിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ, നിങ്ങൾ ആളുകൾക്ക് ദുന്യാവിന്റെ ഒരു ഉപമ പറഞ്ഞു കൊടുക്കുക. എന്ന് വെച്ചാൽ സമ്പത്തിന്റെ ഫിത്നയിൽ അകപ്പെടാതിരിക്കാനുള്ള മാർഗം മഅരിഫത്തു ഹഖീഖത്തി ദുനിയ, ദുന്യാവ് എന്താന്ന് മനസ്സിലാക്കലാണ്, ദുന്യാവ് എന്താണെന്ന് തിരിച്ചറിയലാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ മുത്ത് റസൂലുള്ള പഠിപ്പിച്ചു തരികയാണ്, ദുന്യാവെന്ന് പറഞ്ഞാൽ കമാ അല്ലെ, മാ എന്ന് പറഞ്ഞാൽ ആർക്കും പറയാം എന്താ, വെള്ളം, മിയ എന്നാവൂല്ലേ, ഗൾഫിലൊക്കെ മിയ ജമ്മാണ്, മാഇന്റെ ജമ്മ് മിയ എന്ന് പറയും. മാ ഒരു വെള്ളം പോലെ. അല്ലാഹു ആകാശത്ത് നിന്ന് ആ വെള്ളത്തെ ഇറക്കി. എന്നിട്ട് ആ വെള്ളം നല്ല ഭൂമിയിലുള്ള ചെടികളിലൂടെ ഇടകലർന്ന് ചെടികൾ ഉഷാറായി വളർന്നു. അപ്പൊ ചില ഈ മഴയത്ത് ഇങ്ങനെ പൊട്ടിമുളക്കുന്ന ചില ചെടികളെ കണ്ടിട്ടില്ലേ, മഴയത്ത് നല്ല നല്ല കുറേ പുല്ലുകൾ ഇങ്ങനെ മുളക്കും. എന്താ ഉണ്ടാവുക? കുറച്ചു കഴിഞ്ഞാൽ പിന്നീട് അസ്ബഹ ഹശീമാ, ആ പുല്ല് മുഴുവൻ ഉണങ്ങി നിരമ്പിപ്പോകുന്നതായി മാറുകയും ചെയ്യുന്നു. കാറ്റതിനെ അടിച്ചു വീശുന്നു. എന്ന് വെച്ചാൽ ദുന്യാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കാൻ ഖുർആൻ പറയാണ്, മുത്തുനബി പറയാണ്, ഫിത്നത്തുൽ മാലിൽ അകപ്പെടാതിരിക്കാൻ മുത്തു റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കാണ്. ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഈ നല്ല മഴക്കാലം വരുമ്പോ പൊട്ടിമുളക്കുന്ന സ്പെഷ്യൽ ചെടികളെ പോലെയാണ്. എന്താ അതിന്റെ പ്രത്യേകത? ആ കാലൊന്ന് കഴിഞ്ഞാൽ അത് ഉണങ്ങി കാറ്റത്ത് അടിച്ചു വീശുന്ന ചപ്പു ചവറുകളായി മാറും. ഇതുപോലെ പെട്ടെന്ന് തീരുന്നതാണ് ദുന്യാവ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ബോധുള്ളിലേക്ക് കയറ്റുക. ഇറ്റ് ഈസ് നോട്ട് എറ്റേണൽ. ഈ ദുന്യാവ് ശാശ്വത എന്ന് മാത്രല്ല, ചിലപ്പോ ഇന്റെ ദുന്യാവ് എന്ന് തീരും, നിങ്ങളൊക്കെ ദുനിയാവ് അടുത്തടുത്ത് തീരും. ഈ ഒരു ബോധം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ പറഞ്ഞില്ലേ, ഈ തവാഫിൽ ഈ ഒരടി ഞാൻ വെക്കുന്നു, അടുത്തടി വെക്കുമോ എന്നുള്ള ഉറപ്പെനിക്കില്ല. ആ ബോധാ വേണ്ടത്. കുറെ നല്ല മഅ്മൂമിങ്ങൾക്ക് ഒരു ഇമാമുക്കാണ് കിതാബിൽ കാണാം. അപ്പൊ ഇമാമ് പറഞ്ഞു, ളുഹറിന് ഞാൻ ഇമാമും തരാം, പക്ഷെ അസർ നിങ്ങൾ വേറെ ആളെ കാണേണ്ടി വരും, ഞാൻ ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. മഅ്മൂമിങ്ങൾ അതിനെക്കാട്ടി ഉഷാറാണ്. ളുഹറിനെ നിങ്ങൾ ഫുള്ള് ഉണ്ടാവോ എന്നുള്ള സംശയത്തിലാണ് ഞങ്ങളുള്ളത്. ളുഹർ നിസ്കാരത്തിന്റെ ഇടയിൽ ഞങ്ങളും നിങ്ങളോട് മരിച്ചു പോയാലോ? അസർ പോയിട്ട് ളുഹറിനെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുമോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു ബോധം ഓരോ ഉറക്കിലേക്ക് പോകുമ്പോഴും, നമ്മൾ യാത്ര പോകുമ്പോ ചെല്ലുന്നൊരു ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹ അല്ലേ? യാത്ര പറയുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ഉറക്കിലേക്ക് പോകുമ്പോഴും തത്തുല്യമായ ദിക്ർ ചൊല്ലും. ദീർഘയാത്രയിലേക്ക് പോകുന്ന ദിക്ർ ചൊല്ലിയിട്ടാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് പറഞ്ഞിട്ട് ഉറങ്ങുക. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണരുന്ന് ഒരുറപ്പില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എൻ്റെ നാട്ടിൽ വളാഞ്ചേരി ഏകദേശം 11 മണി വരെ ഉസ്താദുമാരോട് കൂടെയുള്ള ചർച്ചയും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പോയതാണ് മദ്രസയിൽ ഒരു അധ്യാപകൻ. പിന്നെ
അതേ ചർച്ചയിൽ സജീവമായ ആ ഗുരുനാഥനെ പറ്റി സുബഹിക്ക് കേൾക്കുന്നത് സൈലന്റ് അറ്റാക്ക് വന്ന് മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. മലപ്പുറം ജില്ലയിൽ തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി. കല്യാണം കഴിഞ്ഞു, ആദ്യ രാത്രിയാണ്. മണിയറയിലേക്ക് പ്രിയപ്പെട്ട വരൻ കോണിപ്പടി കയറി കടന്നു ചെല്ലുമ്പോ ആ കോണിപ്പടിയിൽ വെച്ചിട്ട് അറ്റാക്ക് വന്നു. ആദ്യ രാത്രി ലോകത്തോട് വിട പറഞ്ഞു. ദിസ് ഈസ് ദ നേച്ചർ ഓഫ് വേൾഡ്. ഈ ബോധം നമുക്കുണ്ടാവും. അതാ ഖുർആൻ പറഞ്ഞത്, മഴയത്ത് ചില ചെടികൾ ഇങ്ങനെ വരുമല്ലോ, അത് കുറച്ചുണ്ടാകും, പിന്നെ ഉണങ്ങിയിട്ട് കാറ്റിൽ പറന്നു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ ഒരു ബോധം സമ്പത്തിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ളിനെ, ഹൃദയത്തെ, അകതാരിനെ ചൊല്ലി ചൊല്ലി പഠിപ്പിക്കണം. ഇത് ഇന്ന് തീരുന്ന ലോകമാണ്, ഇത് നാളെ തീരുന്ന ലോകമാണ്, ഇതിന് കൂടുതൽ അറ്റമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടല്ലേ അബൂദറുൽ ഗിഫാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹാബി വര്യനാണ്. അവരെ വീട്ടിലേക്ക് ഒരു കൂട്ടുകാരൻ കടന്നു വന്നപ്പോ വീട്ടിലൊന്നും കാണില്ല. വീട്ടിലെ സാമഗ്രികളോ ചരക്കുകളോ ഒന്നും കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി വര്യനോട് അതിഥിയായി വന്ന മറ്റേ സ്വഹാബി ചോദിച്ചു, വീട്ടിലൊന്നുമില്ലല്ലോ, എന്താ വീടിങ്ങനെ ശൂന്യമായിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഇന്നലനാ ബൈതൻ, നമുക്ക് മരിച്ചു കിടക്കാൻ ഒരു ലോകമുണ്ടല്ലോ, ഒരു വീടുണ്ടല്ലോ, അതിനു വേണ്ടി അധ്വാനിക്കാണ്. അതുകൊണ്ട് വീട്ടിലുള്ളതൊക്കെ ഞാൻ ഒഴിവാക്കി ഇനി ആഖിറ ലോകത്തേക്ക് വേണ്ടിയുള്ള അധ്വാനമാണ്. അപ്പൊ കൂട്ടുകാരൻ ചോദിച്ചു, എന്നാലും ഇങ്ങനൊക്കെ വേണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിൽ വെച്ചൂടെ, എല്ലാം കൂടാണ്ട് കൊടുത്തയക്കണോ? അപ്പൊ പറയാണ്, എനിക്ക് കഴിയണില്ല. കാരണം ഈ വീടിന്റെ ഉടമസ്ഥൻ ഞാനല്ല, അല്ലാഹുവാണല്ലോ. അവൻ എപ്പ എന്നെ പുറത്താക്കിയാലും ഈ വീട്ടിൽ നിന്ന് ഞാൻ പോകണമല്ലോ. അതുകൊണ്ട് എനിക്കങ്ങനെ കളക്ട് ചെയ്യാൻ തോന്നുന്നില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു ബോധം എന്ന് വെച്ചാൽ നമ്മൾ പണിയെടുക്കണ്ടെന്നോ അധ്വാനിക്കണ്ടെന്നോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നല്ലോണം പണിയെടുക്കണം. നാളെ അന്ത്യനാളാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും ഇന്ന് ചെടി നടണമെന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞത്. അധ്വാനിക്കണം. പക്ഷേ പണം വരുമ്പോ ഹൃദയത്തിലേക്ക് വരുന്ന 4 ചിന്തകൾ നമ്മളത് ചർച്ച ചെയ്തു. ആ ചിന്തകളെ വരാൻ പാടുള്ളതല്ല. പിന്നെയോ അതിനോട് ചേർത്ത് വെക്കുക, ഈ ദുന്യാവ് ചിലപ്പോ ഇന്ന് തീരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെയല്ലേ ഈ മാണിയമ്പലത്തിന് ഈ അടുത്ത് കഴിഞ്ഞ മരണങ്ങൾ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് ഒന്നുമില്ലായിരുന്നു, സുബീക്ക് വന്നതായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഇത്ര നമുക്ക് പറയാനുള്ളൂ. ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. ഇറ്റ് ഈസ് നോട്ട് എറ്റേണൽ. ഇതൊരിക്കലും ശാശ്വതമല്ല. ഇത് ചിലപ്പം തീരും, ഇന്ന് തീരും, നാളെ തീരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതാണ് വലിയ സൂഫി വര്യനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്. മഹാന്റെ അടുക്കലേക്ക് ഒരാൾ ഇങ്ങനെ വന്നപ്പോ ചോദിച്ചു, എത്ര വയസ്സായിട്ടുണ്ട്? അപ്പൊ അയാള് പറഞ്ഞു, 60 വയസ്സ്. ഉടനെ തന്നെ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളല്ലേ, ആത്മീയ വിഹായസിലെ ജ്യോതിർഗോളമാണ്, ആത്മജ്ഞാനത്തിന്റെ നിറകുടമാണ്. 60 വയസ്സോ 60 കൊല്ലമായി അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. അള്ളാഹിലേക്ക് അടുത്തടുത്തടുത്തടുത്ത് 60-ലെത്തിയിട്ടുണ്ടല്ലേ. ഇനി കുറച്ചും കൂടെ അല്ലേ മരിക്കാനുള്ളൂ എന്നൊരു ബോധം ഇട്ടുകൊടുത്തപ്പോ അയാളും പേടിച്ചു പോയി. ഉടനെ ചൊല്ലി, ഇന്നാലില്ല ഒരു മുസീബത്ത് കേൾക്കുമ്പോ ചെല്ലേണ്ട ആയത്താണല്ലോ അത്. ഇല്ല, മരിച്ചാൽ മാത്രല്ല, പ്രയാസങ്ങളുള്ള ദുരന്തങ്ങളൊക്കെ വന്നാൽ നമ്മൾ ചൊല്ലേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ അള്ളാഹുള്ളതാണ്, നമ്മൾ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുന്നവരുമാണ്. ഇതുണ്ട് പറഞ്ഞ മൂപ്പരാള് ചോദിച്ചു, 60 വർഷമായിട്ട് ഇപ്പൊ ഞാൻ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക, ഇനി വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഫുളൈൽ തങ്ങളെ, പ്രിയപ്പെട്ട ഉസ്താദെ, മൊമൽഹീല, എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞുതരുമോ? അപ്പൊ പറഞ്ഞു,
ഇനി നിന്റെ ജീവിതത്തിൽ ശേഷിക്കുന്ന കാലത്തിനെ നല്ലോണം മുതലാക്കിയെടുക്കാം. നിനക്ക് കഴിഞ്ഞതൊക്കെ പൊറത്തു കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലെ, ഇന്നലെ ഒരുപാട് അപരാധങ്ങളും മിസ്റ്റേക്കുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകും. തൗബ ചെയ്തിട്ട് ഫിനിഷ് ആവുക. പിന്നെയോ നാളത്തെ കാര്യം അള്ളാന്റെ കയ്യിലാണ്. നമ്മുടെ കയ്യിലുള്ളത് ഇന്നും മാത്രമാണ്. ഇന്നും ഉഷാറാക്കുക. നമ്മൾ പലപ്പോഴും ആൻസൈറ്റിയിലാണ്. നാളെ എന്താവും, എന്റെ ഭാവി എന്താകും, ഫ്യൂച്ചർ, ഇത് ആലോചിച്ചിട്ട് നിരക്കാണ്. ദുനിയാവിന്റെ സുഖം അനുഭവിക്കാൻ കഴിയണില്ല. അള്ളാഹു ഹലാലാക്കിയ സുഖം പോലും കഴിയണില്ല. ഇന്നലെ കഴിഞ്ഞു, നാളെ ഉണ്ടാവൂന്ന് അറിയില്ല. ഈ പ്രസന്റ് നമ്മൾ കയ്യിലുണ്ട്, റെഡി ക്യാഷ്. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഒരു ചിന്ത ഏത് അധ്വാനവും ഏത് ബിസിനസ്സും ഏത് ഇൻസ്റ്റിറ്റ്യൂഷനും എന്തും നടത്തുമ്പോഴും നമ്മൾ ചിന്തിക്കണം, ഈ ദുനിയാവ് എന്ന് തുടങ്ങി ചിലപ്പോ ഇന്ന് തന്നെ തീരും. അള്ളാഹു നമുക്ക് ആ ബോധം പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ ഉറക്കിലേക്ക് പോകുമ്പോഴും ചിന്തിക്കണം, നാളെ ഉണരുമെന്ന് ഒരു ഉറപ്പുമില്ല. ആ ഉറക്ക് പരമാവധി ആസ്വദിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് റസൂലുള്ള ദുനിയാവിനെ പറ്റി പറഞ്ഞത്, ഇന്ന ദുനിയാവ് മൽഊനത്തുൻ ശപിക്കപ്പെട്ടതാണ്. വമൽഊനത്തും മാ ഫീഹാ, ദുനിയാവിലുള്ള മുഴുവൻ ശപിക്കപ്പെട്ടതാണ്. എന്നിട്ടോ ഇല്ലാ ദിക്റുല്ലാഹ്, അല്ലാഹനെ പറ്റിയുള്ള ഓർമ്മയല്ലാതെ. നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹിന്റെ ഓർമ്മ വരുന്നുണ്ടോ? എന്നാൽ കച്ചവടം പുണ്യമുള്ളതാണ്. നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിന് ഓർമ്മ വരുന്നുണ്ടോ? പുണ്യമുള്ളതാണ്. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ അള്ളാഹുവിന് ഓർമ്മ വരുന്നുണ്ടോ? പുണ്യമുള്ളതാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ അള്ളാഹുവിനെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അതും പുണ്യമുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദിക്റുള്ള ഇങ്ങനെ ചേരുവയായി കിട്ടണം. അല്ലെങ്കിൽ ദിക്റുള്ളയും നേരെ അള്ളാഹുവിനെ അറിയുന്ന പണ്ഡിതനും അള്ളാഹ്ക്ക് വേണ്ടി പഠിക്കുന്ന മുതഅല്ലിമും ഒഴികെ, ദിക്റുള്ളയും ഒഴികെ 3 കാര്യം റസൂലുള്ള പേരെടുത്ത് പ്രത്യേകം പറഞ്ഞതാണ്. ഇതല്ലാത്തതൊക്കെ ദുനിയാവിൽ ശപിക്കപ്പെട്ടതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി ഡയലോഗ് അടിക്കല്ലോ. നാമ റസൂലുള്ളാഹി അലാ ഹസ്വിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൽ ഖൽഖാണ്. ഖൈറുൽ ഖൽഖ്, ലോകത്തേറ്റവും വിലപിടിപ്പുള്ള, ലോകത്തേറ്റവും മഹത്തരമായ, ലോകത്തേറ്റവും പുണ്യം നിറഞ്ഞ സൃഷ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി ഹസീർ പായയിൽ ഇങ്ങനെ കിടന്നിട്ട് പുറത്തിങ്ങനെ വീണിട്ടുണ്ട്. പുറത്തിങ്ങനെ ആ പായയുടെ അടയാളം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കും, ഒന്ന് മാറ്റി തരട്ടെ റസൂലേ, ഇത് ഞങ്ങൾക്ക് കാണാൻ കഴിയണില്ല. നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ അള്ളാന്റെ ഏറ്റവും നല്ല അടിമ, നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടല്ലേ? സ്വഹാബാക്കൾ ഉമർ തങ്ങൾ മാത്രമല്ല, സ്വഹാബാക്കളൊക്കെ ചോദിക്കും, ഞങ്ങള് നല്ലൊരു ബെഡ് റെഡിയാക്കി തരട്ടെ. റസൂലുള്ള പറയുന്ന ചോദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം, വേണമെങ്കിൽ റസൂലുള്ളാഹിക്ക് ശതകോടീശ്വരനാകാം, വേണമെങ്കിൽ റസൂലുള്ളാഹിക്ക് വിപ്ലവം നടത്തി, ഭൗതിക വിപ്ലവം നടത്തി മുന്നേറാം. പക്ഷെ റസൂലുള്ള പറയാണ്, മാലി വലി ദുനിയ, ഞാനും ദുനിയാവും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? മറുതലാനെ അടുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ ചോദിക്കും, റസൂലേ, കിസ്രയുടെയും കൈസറിന്റെയും ഒക്കെ അവിടേക്കുള്ള രാജാക്കന്മാരെ എവിടെ കിടക്കണെന്നറിയോ? റസൂൽ, നിങ്ങൾ ഞങ്ങളുടെ രാജാവും ഞങ്ങളുടെ എല്ലാമല്ലേ, നിങ്ങൾ ഇങ്ങനെ കിടക്കല്ലേ? റോമിന്റെയും പേർഷ്യയുടെയും രാജാക്കന്മാരുടെ കഥ പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിനെ തരിപ്പിക്കുമ്പോ റസൂലുള്ള പറയും, അവർക്ക് ദുനിയാവാണുള്ളത്, എനിക്ക് വേണ്ടത് ആഖിറമാണ്. മാലി വലി ദുനിയ, ഞാനും ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അല്ലാഹു നമുക്ക് ആ ബോധം പ്രദാനം ചെയ്യട്ടെ. എന്നിട്ട് റസൂലുള്ള ഉള്ളിൽ കൊടുത്ത ഒരു നമ്മളൊരു സെൽഫ് ഇൻട്രഡക്ഷൻ, റസൂലുള്ള സ്വന്തത്തെ പറ്റി മനസ്സിലാക്കിയത് പറയാണ്, മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ, ദുന്യാവില് ഞാന് ഒരു യാത്രക്കാരനെ പോലെയാണ്. ഇസ്തവല്ല തഹ്ത ഷജറത്തിൻ
ഒരു മരത്തിനടിയിൽ ജസ്റ്റ് ഒന്ന് തണല് കൊള്ളാൻ നിന്നു. റാഹ, അവിടെ വിശ്രമിച്ചു. ആ ദുന്യാവൊന്ന് പോകും ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാം നീട്ടപ്പെട്ടപ്പോൾ റസൂലുള്ളാഹിക്ക് എന്തു കൊടുക്കാനും ആളുകളുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ മാലിന്റെ ഫിത്നയിൽ പെടാത്തതിന്റെ കാരണം റസൂലുള്ളാഹി മനസ്സിലാക്കി, ഞാനൊരു ടെമ്പററി താൽക്കാലിക യാത്രക്കാരനാണ്. ഇവളൊന്ന് ജസ്റ്റ് വിശ്രമിക്കാൻ ദുന്യാവുക്ക് വന്നതാ, സ്വർഗത്ത് ഇനി സ്വർഗത്തിലേക്ക് തന്നെ പോകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ഒരു ചിന്ത നമ്മൾ ഉള്ളിലേക്ക് എപ്പോഴും കൊടുക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. എന്നാൽ ഞാൻ ആവർത്തിച്ചല്ലോ, നമുക്ക് ക്യാഷ് വേണ്ടെന്നല്ല, സമ്പത്ത് വേണം. പക്ഷെ അത് നമ്മളെ നിയന്ത്രിക്കരുത്. സമ്പത്തിനെ നമ്മൾ നിയന്ത്രിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലേ, എനിക്കെന്നെ അറിയാം, ഈ കുറ്റിക്കാട്ടൂർ പരിസരത്ത് തന്നെ എന്നോട് ഒരാൾ പറഞ്ഞത് ഞാൻ ഇടക്കിടക്ക് ആലോചിക്കും, തങ്ങളെ പൈസ ഉണ്ടെങ്കിൽ എന്തോ ആയിക്കൂടെ. അന്നതയാൾക്ക് നല്ല പൈസയുടെ സമയമായിരുന്നു. പൈസ ഉണ്ടെങ്കിൽ ഉണ്ടോ അതിനൊക്കെ വലിയ പ്രശ്നം, എന്തും നടന്നൂടെ എന്ന് അയാൾ രോഗിയായി യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളൊന്നും അന്വേഷിക്കരുത്. ഞാൻ ഒരു കഥ പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തിരി ഇത് സമ്പത്ത് നമ്മളെ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ സമ്പത്താണ് നമ്മുടെ മഹത്വത്തിന്റെ മാനദണ്ഡം എന്നൊരിക്കലും അളക്കാൻ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. സമ്പത്തൊക്കെ വേണം, പക്ഷേ അത് നമ്മളെ നിയന്ത്രിക്കരുത്. നാം സമ്പത്തിനെ നിയന്ത്രിക്കണം. അതിന് നമ്മുടെ ഒരു സ്ഥിരം ദുആയാവണത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് ദ്വാരക്കണം. നമ്മുടെ ക്ലാസ് പിന്നെ ഒരുപാട് പുതിയ ആളുകളോട് പറയാണ്, ഇത്രയൊന്നും നീളാറില്ല. നമ്മൾ സൂര്യൻ ഉദിച്ചാൽ അവസാനിക്കും അല്ലേ, അരമണിക്കൂർ ഉണ്ടാവാറുള്ളൂ. അള്ളാഹു നിലനിർത്താനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ഇന്ന് അഭിവന്ദരായ തങ്ങൾ വരാണ്ട്, തങ്ങൾ കൃത്യം 6:30 6:40 ഒക്കെ കഴിഞ്ഞപ്പോ 6:40 അവിടെ എത്തുന്നു പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടുന്ന് അവർ പാണക്കാട്ടിൽ നിന്ന് വരില്ല, നമ്മളൊക്കെ ഈ ഒരു പരിസരത്തു നിന്നൊന്നും ഇവിടെ എത്തിയിട്ടുള്ളൂ. നമുക്ക് തിരിച്ചു പോകാം. തങ്ങൾക്കാണെങ്കിൽ ഇത് കഴിഞ്ഞാൽ നേരെ ഇനി അടുത്ത വണ്ടൂര് പരിപാടിക്ക്. അങ്ങനെ ഇന്ന് മുഴുവൻ ഓട്ടമാണ്. നമ്മൾ ഇന്നിവിടെ ഉണ്ടല്ലോ, ഒന്ന് ക്ഷമിക്കണം എന്ന് വിനീതമായി ആവശ്യപ്പെടുന്നു. അള്ളാഹു ആ കുടുംബത്തിനും നമ്മുടെ ഉലമാഇനും ഒക്കെ നല്ല ധീരുള്ള നേതൃത്വത്തിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് നാം പഠിക്കേണ്ട ഒരു പ്രാർത്ഥന, മനോഹരമായ പ്രാർത്ഥന, റസൂലുള്ള ദ്വാരുന്നൊരു ദ്വായുണ്ട്. അല്ലാഹുമ്മ അഹീനി മിസ്കീന, എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ. എന്നെ മിസ്കീനായി മരിപ്പിക്കണേ. അത് നമുക്ക് തുറക്കാൻ ധൈര്യം ഉണ്ടാവൂല. ഇനി നമ്മൾ അങ്ങനെ ദുആ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഹബീബിന്റെ ഖുസൂസിയത്താണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. നമ്മൾ ദുആ ചെയ്യേണ്ടത് അല്ലാഹുമ്മ അനിനി ബിഹലാലിക അൻ ഹറാമിക, അല്ലാഹുവേ ഹലാലായത് എനിക്ക് ഇഷ്ടം പോലെ തന്ന് ഹറാമിനെ തൊട്ടെന്നെ മാറ്റി നിർത്തണേ. അതെല്ലാ വിഷയത്തിലും, പണത്തിന്റെ വിഷയത്തിലായാലും, പെണ്ണിന്റെ വിഷയത്തിലായാലും, മറ്റു സുഖ സൗകര്യ സന്തോഷത്തിന്റെ വിഷയത്തിലായാലും നമ്മുടെ ഒരു പ്രാർത്ഥന അതാണ്. അത് ദ്വാരം നോക്കി അള്ളാഹ് ഹലാൽ ഇങ്ങനെ അടുപ്പിച്ചു വരും. ഹറാമിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഹലാലായ സന്തോഷങ്ങൾ തന്നെ. ഞാൻ എൻ്റെ ഒരു ഇസ്ലാമിക് സൈക്കോളജി പഠനകാലത്ത് എൻ്റെ ഗുരു പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അദ്ദേഹം വളരെ മനോഹരമായി അള്ളാഹുവിനെയും ദീനും അനുഭവിച്ച ആളാ. ഒരു പെണ്ണിനെ, ഹലാലായ ഭാര്യയെ ആനന്ദിക്കേണ്ടതുപോലെ ആനന്ദിച്ചാൽ പിന്നുണ്ടോ 4 ആവശ്യം വരുന്നത്. ഈ ഹലാല് കൊണ്ട് സംപ്രീതി അടയാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗനിനി ബിഹലാലിക അൻ ഹറാമിക. നമ്മൾ ഇന്ന് ദ്വാരിക്കണം, അല്ലാഹുവേ ഹലാല് കൊണ്ട് ഹറാമിനെ തൊട്ടെന്നെ ആവശ്യം തീർക്കണേ. വബിതാഅതിക, നിന്റെ വഴിപ്പെടൽ കൊണ്ട്, അൻ മഅസിയതിക, നിന്നെ എതിർക്കുന്നതിനെ തൊട്ടെന്നെ ആവശ്യം തീർക്കണേ. നിസ്കാരം തന്നെ ലദ്ദത്തായി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനൊരു ഭാഗ്യമാണ് നമുക്ക്. ഇബാദത്തിനും ഈമാനിനും ഒരു ആനന്ദം. നമ്മളിപ്പോ ലഹരിയുടെയും അതുപോലെ മറ്റു ഒരുപാട് അനാവശ്യ ആസ്വാദനങ്ങളും നമ്മുടെ നാട്ടിൽ നടമാടി നമുക്കൊന്നും നമ്മുടെ കമ്മ്യൂണിറ്റിയെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വരിക. എന്നാൽ ഇതേ പയ്യന്മാര് തന്നെ ചില കൂട്ടുകെട്ടിൽ പെടുമ്പോ കാണാം
അവൻ കണ്ട് സൂപ്പറായിട്ട് വരുന്നു. വാട്ട് ഈസ് ദ റീസൺ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കള്ളു കുടിച്ച് ഇപ്പൊ ഈ 2 ആഴ്ച മുമ്പ് എന്നോട് പറഞ്ഞു അവരെ 4-5 ഫ്രണ്ട്സ് പക്ക തമ്മാടിയാണ്. ഇപ്പൊ അവരേതോ ഒരു വിങ്ങില് പെട്ടിട്ടുണ്ട്. സുബഹിക്ക് പള്ളിയിൽ അവര് നേരത്തെത്തുന്നു. അവർക്കൊരു പ്രശ്നമില്ല, അവർക്ക് ഹറാമിനോട് വിലക്കാണ്. എന്താണെന്നറിയോ, ആ കൂട്ടുകാർക്കൊക്കെ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. അള്ളാഹു നമുക്ക് ആ ടേസ്റ്റ് പ്രദാനം ചെയ്യട്ടെ. ആ ടേസ്റ്റ് ആണ് അൽ മഅരിഫ, അള്ളാഹുവിനെ അറിയുന്ന സുഖം. അള്ളാഹിനെ അറിഞ്ഞാൽ നിസ്കാര ആനന്ദമാണ്. സ്വീഡനിൽ ഒരു ചെറുപ്പക്കാരൻ, അയാള് ഫിലിം പിന്നെ മെല്ലിഡിയ സോങ് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ജീവിക്കുന്ന ആളാണ്. പള്ളിന്റെ അടുക്കലൂടെ പോയപ്പോഴാണ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കയറിയത്. ആ കൂട്ടത്തിൽ നിന്നൊക്കെ നിസ്കരിച്ചപ്പോ അയാൾ അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെക്കാണ്. അത്രയും വലിയൊരു ആനന്ദം എനിക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹം പിന്നെ പള്ളിയുടെ ആളായി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതാണ് കേരളക്കരയിലേക്ക് ഇസ്ലാമിന്റെ പ്രകാശം എത്തിച്ച മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ച മനോഹരമായ ഒരു പാഠം. ദുനിയാവിന്റെ ആളുകൾ ദുനിയാവിലെ മുഴുവൻ സുഖവും അനുഭവിച്ചു. ദുനിയാവിലുള്ള ഏറ്റവും വലിയ സുഖം അനുഭവിച്ചിട്ടില്ല. അപ്പൊ ദുനിയാവിലെ ഏറ്റവും വലിയ സുഖമേതാണ്? അൽ മഅരിഫത്തു ബില്ലാഹ്, അത് അല്ലാഹുവിനെ അറിയുന്ന സുഖമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് ഈ പ്രാർത്ഥന എല്ലാവരും പഠിച്ചു വെക്കുക, നമ്മൾ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കുക. ഇന്ന് നമ്മൾ 2 ദിക്റാണ് ചർച്ച ചെയ്തത്. ഒന്ന്, ഒരു നിഅമത്ത് വരുമ്പോ നമ്മൾ ചെല്ലണം. എന്താ ചെല്ലണ്ട്? മാഷാ അല്ലാഹ്. എല്ലാവരും ചൊല്ലി നോക്കി, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതൊരു ശുക്റുവാണ്. അള്ളാഹു കണ്ണേർ അടക്കമുള്ള ബുദ്ധിമുട്ടുകളെ തൊട്ടുള്ള ഒരു കവചവുമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. രണ്ടാമത്തത് ഈ പ്രാർത്ഥനയാണ്. നമുക്കൊന്ന് കൂടെ ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഗനിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫളലിക അമ്മൻ സിവാക. അള്ളാഹു നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ആ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക. ഈ ദുന്യാവ് അവസാനിക്കുന്നതാണ്. പക്ഷെ അടുത്ത ആയത്ത് കൂടെ ഞങ്ങൾ എത്തും. അടുത്ത ആയത്ത് കൂടെ ലളിതമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. അടുത്ത ആയത്ത് നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ആയത്താണ്. അൽമാലും സമ്പത്തും വൽ ബനൂന സന്താനങ്ങളും സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, അത് ദുനിയാവിന്റെ മൊഞ്ചാണ്, ദുനിയാവിന്റെ ഭംഗിയാണ്. അത് സത്യമാണ്. പൈസയും അതുപോലെ മക്കളും ദുനിയാവിന്റെ അലങ്കാരമാണ്. ദുനിയാവിന്റെ ഒരു ദുനിയാവിയത്ത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കിട്ടണം. പക്ഷേ ഖുർആൻ പറയുന്നു വൽ ബാഖിയാത്തുസ് സാലിഹാത്ത്, അതൊരു ടേമാണ്. ബാഖിയാത്തുസ് സാലിഹാത്ത്, എന്നെന്നും ശേഷിക്കുന്ന നന്മകൾ, അത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. മക്കളും വേണം, സമ്പത്തും വേണം. പക്ഷേ നമ്മൾ പറയല്ലോ, എന്താ കല്യാണത്തിന് കാണുവത്തും മറക്കുക, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലേ. ഇതേപോലെ നമ്മള് കളിക്കിടയിൽ കാര്യം മറന്നു പോകരുത്. സമ്പത്തൊക്കെ വേണം, മക്കളൊക്കെ വേണം. പക്ഷെ എന്നെന്നും ശേഷിക്കുന്ന ഗുണങ്ങൾ ഖൈറുൻ ഇൻദ റബ്ബിക, അതാണ് റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഖൈറുള്ളത്. സവാബൻ കൂലിയായി വ ഖൈറുൻ അമലാ, അതാണ് ഏറ്റവും നല്ല പ്രതീക്ഷയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ബാഖിയാത്തുസ് സാലിഹാത്ത് എന്താ? ഇത് ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹ് പറഞ്ഞു നോക്കി, മക്കളും നല്ലതാണ്, സമ്പത്തും നല്ലതാണ്. പക്ഷെ അതിന്റെ ഇടയിൽ എന്ത് മറക്കരുത്? ബാഖിയാത്തുസ് സാലിഹാത്ത് മറക്കരുത്. എന്താണ് ബാഖിയാത്തുസ് സാലിഹാത്ത്? ശേഷിക്കുന്ന നന്മകൾ. അതിന് ഉലമ ഒക്കെ എടുത്തു പറഞ്ഞൊരു ദിക്റാണ്. ആർക്കെങ്കിലും അറിയാം? ബാഖിയാത്തുസ് സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഒരു ദിക്റാണ്. ഏതാണെന്നറിയാം? സുബ്ഹാനല്ലാഹി
വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റജബാണ്, ശഅബാനാണ്, ദിക്റിന്റെ സമയമാണ്. നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒന്നാണ് ബാഖിയാത്തു സ്വാലിഹാത്ത്. എല്ലാ മക്കളെക്കാളും എല്ലാ സമ്പത്തിനേക്കാളും നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഗുണമുണ്ടായിരിക്കൽ ഈ ബാഖിയാത്തു സ്വാലിഹാത്താണ്. ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ അത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ ഉലമാ മൊത്തം എടുത്തു പറഞ്ഞ ഒരു നന്മ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കുറേ ഹദീസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ചില നന്മകൾ അത് ദുനിയാവിലുള്ളതിനേക്കാൾ മുഴുവൻ നിങ്ങൾക്ക് ഖൈറാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഞാൻ കാരണം ഒരാൾ നന്നായാൽ, നിങ്ങൾ കാരണം ഒരാൾ നന്നായി കഴിഞ്ഞാൽ അത് ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ദുനിയാവിലുള്ളതും അതിനേക്കാളൊക്കെ ഖൈറാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ കാരണം ഒരാൾ നന്നാവാം. റകഅത്തുൽ ഫജ്രി, സുബ്ഹിക്ക് മുമ്പ് നിസ്കരിക്കുന്ന 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, വമ്പൻ കൂലിയാണ്. ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സുബ്ഹി നമ്മളൊക്കെ നിസ്കരിക്കാറുണ്ട്, അതിന് മുമ്പുള്ള സുന്നത്ത് ഉണ്ടാകും. പക്ഷെ അത് നമ്മൾ ഒഴിവാക്കരുത്. ഏത് സുന്നത്തെ മിസ്സായാലും അത് മിസ്സാക്കരുത്. കാരണം സുബ്ഹിക്ക് മുമ്പുള്ള 2 റകഅത്ത് ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ദുനിയാവിലുള്ളതിനേക്കാൾ മുഴുവൻ ഖൈറാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ റിബാത്ത്, മുസ്ലിങ്ങൾക്ക് വേണ്ടി കാവല് നിന്നൊടുക്കാം. ഒരു വിഷയം വരുമ്പോ പ്രൊട്ടക്ട് ചെയ്ത് നിന്നൊടുക്കാം. ഞങ്ങളൊക്കെ ഉറങ്ങിക്കോളി, കാര്യം ഞാൻ നോക്കിക്കൊണ്ട്. അങ്ങനെ ഉണ്ടല്ലേ ചിലര്, അല്ലേ? നമ്മുടെ പൊതുവിഷയം നിങ്ങളൊക്കെ പോയിക്കോളി, ഞാൻ നോക്കിക്കൊണ്ട്, ഞാൻ ഉറങ്ങാത്തവിടെ ഉണ്ടാകും. മുത്ത് റസൂലുള്ള പറയാണ് ആ സെക്യൂരിറ്റി നൽകുന്നത് ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ദുനിയാവിലുള്ളതിനേക്കാൾ മുഴുവൻ നിങ്ങൾക്ക് ഖൈറാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇങ്ങനത്തെ ചില ബാഖിയാത്ത് സ്വാലിഹാത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. സമ്പത്ത് നല്ലതാണ്, മക്കളും നല്ലതാണ്. പക്ഷെ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ചില അമലുകളായിരിക്കും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അല്ലാഹു ഒരുപാട് നന്മ ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. അല്ലാഹു മരിക്കുന്നതിന്റെ മുമ്പേ മരണത്തിനൊരുങ്ങാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് 4 ഫിത്നകളെ പറ്റി ഞാൻ ആവർത്തിക്കണം. 4 ഫിത്നകളെ പറ്റി പറയുന്നു. ഒന്നാമത്തത് ഫിത്നത്തുദ്ദീൻ, ദീന് നശിക്കുന്ന കാലം. അത് ഏതാ കാലം? ഈ കാലം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? ദീന് നശിക്കുന്ന കാലം. 1 പുറത്തുള്ള ചർച്ചകൾ, 2 മൊബൈൽ ഫോണിന്റെ മിസ് യൂസേജുകൾ. അതുപോലെ നമ്മൾ നാട്ടിലും വീട്ടിലും കേട്ടുകൊണ്ടിരിക്കുന്ന നന്നാകേണ്ട സാഹചര്യങ്ങളൊക്കെ തിന്മയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. വാട്ട് ഈസ് ദി റെമഡി? എന്തുണ്ട് പരിഹാരം? ഒരു നല്ലൊരു വിങ്ങുണ്ട, ഒരു 4-5 ആള് വാട്സപ്പിലായാലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകെട്ടിലായാലോ, അതൊരു സംഘടന ആവണമെന്നോ അല്ലെങ്കിൽ ഒരു പാർട്ടി ആവണമെന്നൊന്നും പറയുന്നില്ല. ആകം അതിന് തിരക്കോടില്ല. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്താവണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ പറയുന്നൊരു വിങ്ങുണ്ടാവുക. അതുകൊണ്ടാണ് നാട് മുഴുവനും കേടുവന്നപ്പോഴും അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന 7 പേർക്ക് അവിടെ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അള്ളാഹു ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. രണ്ടാമത്തെ ഫിത്ന 3-4 ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ വലിയ ക്ലാസ്സുകളിൽ വിശദീകരിക്കും. ഇൽമിന്റെ ഫിത്ന. ഇൽമു കൊണ്ടൊക്കെ ഫിത്നയോ നമുക്കെന്നെ ബോധ്യപ്പെടുന്ന കാലല്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. സൈത്തനസ്, അധികാരം കൊണ്ട് ഫിത്നയോ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമുക്കറിയാം. അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഫിത്നത്തുൽ മാലാണ്. സമ്പത്ത് വരുമ്പോഴുള്ള ഫിത്ന 4 ചിന്തകളാണ്. ഒന്നാമത്തത്, ഇനി ഞാൻ അടുത്തൊരായത്തിലേക്ക് കടക്കുന്നില്ല, ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ഇനി ഒന്നാമത്തെ ചിന്ത, സമ്പത്ത് വരുമ്പോ ഇങ്ങനെ തോന്നുകയാണ് എന്ത് പറഞ്ഞാലും അന്നെ കാട്ടി പൈസ ഉള്ളവൻ ഞാനല്ലേ, നിന്നെക്കാൾ സമ്പത്തുള്ളവൻ ഞാനല്ലേ. അത് കൂടുതലൊന്നും വേണ്ട, ഒരാണു ആ ചിന്ത വന്നാൽ പോയി. ലാ യദ്ഖുലുൽ ജന്ന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഞാൻ പറഞ്ഞല്ലോ, പൈസ ഉണ്ടാവലുള്ള പ്രശ്നം, പൈസ എത്ര ഉണ്ടായിക്കോട്ടെ, പൈസ വന്നാൽ ഈ ചിന്ത ഉള്ളിലേക്ക് വരരുത്. രണ്ടാമത്തെ ചിന്ത, എന്റെ പൈസ ഒന്നും ഒരിക്കലും തീരൂലട്ട, ഇത് സേഫാണ്, ചിന്തിക്കാനേ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എത്ര കൂടിയാലും നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ചിലപ്പോ നാളെ തീരുട്ടോ, ഇന്നത്തെ ധനികനായ ഞാൻ നാളെ ദരിദ്രനായും ഈ ചിന്ത ഉള്ളിലേക്ക് കൊടുക്കണം. മൂന്നാമത്തത്, ഇതൊക്കെ ഇങ്ങനെ കുമിഞ്ഞുകൂടുമ്പോ അല്ല, ആഹാരമൊക്കെ ഉണ്ടോ, അങ്ങനെ മരിച്ചതിന് ശേഷം ലോകമൊക്കെ ഉണ്ട്, ഇത്രയും പൈസ കിട്ടിയിട്ട് ഇതാണ്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചാ പോരെ, മറ്റൊരുത്തക്ക് വേണ്ടി അധ്വാനിക്കണോ, പിശാച് കഷ്ടപ്പെടുത്തി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനി അന്ത്യനാൾ ഉണ്ട് നിങ്ങൾ തോന്നിയാലോ, പിന്നെ പിശാച് നാലാമത്തൊരു ചിന്തടും, ഉണ്ടെങ്കിൽ തന്നെ ഞാൻ രക്ഷപ്പെടും, കാരണം ഇവിടെ ഒന്ന് എനിക്ക് ഇത്ര തന്നില്ലേ, ആഖിറത്തിൽ അത് കിട്ടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിന്നെയോ, നമ്മൾ ഈ നിഅമത്തൊക്കെ വരുമ്പോ ചിന്തിക്കേണ്ടത്, പറയേണ്ടത്, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഫിത്നത്തുൽ മാൽ വരുമ്പോഴുള്ള പരിഹാരമാണ് പരിശുദ്ധമായ സൂറത്തിന്റെ അടുത്ത ഇന്നത്തെ ചർച്ച. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരുന്നതാണെന്ന് മനസ്സിലാക്കാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയതുപോലെ, ഞാനിവിടെ ഒരു താൽക്കാലിക യാത്രക്കാരനാണ്. ഇപ്പോ എന്നുണ്ട്, അടുത്ത നിമിഷത്തിൽ ഉണ്ടാവുമെന്നറിയില്ല. ദുനിയാവിൽ നീയാകേണ്ടത് ദുനിയാവിൽ നീ ഒരു പരദേശി, ഇങ്ങോട്ട് വിദേശത്തേക്ക് വന്നതാണ്, ഞാൻ എൻ്റെ സ്വദേശത്തേക്ക് പോകാൻ നിൽക്കാണ്, അതെന്നു പോകും, അടുത്ത മാസം പോലും ചിന്തിക്കരുത്. ഫ്രം ദിസ് ടൈം, ഈ ചിലപ്പോൾ ഇപ്പൊ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ എന്നായിരിക്കാം, ചിലപ്പോൾ ഇന്നിന്റെ ദുനിയാവ് തീരും. അങ്ങനെ തീരുമെന്ന് ചിന്തിച്ചാൽ പിന്നെ നമുക്കുണ്ട് ഈ തല്ലിനും വക്കാണത്തിനൊക്കെ സമയം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. മെഡിക്കൽ സയൻസ് കൃത്യമായി റിപ്പോർട്ട് ചെയ്തതെന്താ, സഡൻ ഡെത്ത്, പെട്ടെന്നുള്ള മരണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അള്ളാഹു നമുക്ക് നല്ലോണം ബോധം പ്രദാനം ചെയ്യട്ടെ. ഫജ്അത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണം, മിൻ അലാമാത്തി സാഅ, അന്ത്യനാളിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ആ ബോധം പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങളെ ഓർക്കുന്നതിനേക്കാളും മരണത്തെ ഓർക്കണം. ഈ ഓർമ്മ വരുമ്പോ ഫിത്നയുടെ, മാലിന്റെ, സമ്പത്തിന്റെ ഫിത്നയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അള്ളാഹു ഈ ഒരു ബോധം, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സ്വത്തും സമ്പത്തൊക്കെ ദുനിയാവിന്റെ ചന്താണ്, കണ്ടായിക്കോട്ടെ, നിഅമ സ്വാലിഹ്, നല്ല സമ്പത്തൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ആ സമ്പത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറരുത്. നമ്മുടെ ഹൃദയത്തിലേക്ക് കയറേണ്ടത് വൽബാഖിയാതു സാലിഹാത്ത്, ബാഖിയാത്ത് സ്വാലിഹാത്താണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറേണ്ടത്. അതേതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊരു ഫാത്തിഹ ഓതാം, കുറച്ച് സ്വലാത്ത് ചൊല്ലാം. തങ്ങൾ എത്തിയാൽ ഉടനെ തങ്ങൾക്ക് വേദി മാറിക്കൊടുക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.